പുത്തൻ കുർബാനയ്ക്ക് ശേഷം ജിബിൻ അച്ഛന്റെ നന്ദി പ്രസംഗം. സഹപാഠിയും സഹോദര വൈദികനുമായ പ്രിയ ബഹുമാനപ്പെട്ട എബ്രഹാം പുന്നവിളയച്ചൻ വൈദികനാകണമെന്നുള്ള ആഗ്രഹം എന്നോടിങ്ങനെ ചുമ്മാ പറഞ്ഞപ്പോൾ ഞാൻ അച്ഛനോട് പറയുകയായിരുന്നു, വല്ല വട്ടു കൊണ്ടു പോകാൻ എന്നായിരുന്നു ഞാൻ ചോദിച്ചത്. ഞാൻ 10ാം ക്ലാസ്സിലും അച്ഛനും ഞങ്ങൾ ഒരു ക്ലാസ്സിലായിരുന്നു പഠിച്ചത്. അതുകൊണ്ട് തന്നെ ആ ഒരു സ്നേഹത്തിൻ്റെ തുറവി കൊണ്ടായിരിക്കാം ഞാൻ അച്ഛനോട് ഒരു സ്നേഹബന്ധത്തിൽ സഹോദര ബന്ധത്തിൽ ചോദിച്ചു, വല്ല വട്ടമുണ്ടോ പോകാൻ. പക്ഷേ ആ വട്ട് ഇന്ന് എനിക്കും വന്നിരിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ സന്തോഷിക്കുന്നു. എനിക്ക് ഇനി നന്ദി പറയാനുള്ളത് എൻ്റെ ചാച്ചനോടും അമ്മയോടുമാണ്. ഞാൻ വീണ്ടും കളിയെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്. കളിക്കാൻ പറ്റുന്നതുകൊണ്ട് പള്ളിയിൽ വരുന്നില്ല. പക്ഷേ ഞാൻ പലപ്പോഴും ഞായറാഴ്ചകളിലൊക്കെ പോയിരിക്കുന്നത് കൂലിപ്പണിക്കാണ്. മണൽ കോരാനാ, ചാണകം കോരാനാ. ഞാൻ കളിക്കാൻ പോകുന്നതും പൈസയ്ക്ക് വേണ്ടിയായിരുന്നു. ഞാൻ എൻ്റെ ജീവിതത്തിൽ യൗവനം പോലെ കഷ്ടപ്പെടുന്ന 2 വ്യക്തികളെ കണ്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ അപ്പനും അമ്മയാണ്. ചാച്ചനൊക്കെ പലപ്പോഴും ലോഡേറ്റ് ക്ഷീണിച്ച് വരുന്നതും അമ്മ പശുവിനെയൊക്കെ വളർത്തി അവിടെ ഇങ്ങനെ ഇരിക്കുന്നത് കാണുമ്പോൾ പലപ്പോഴും നിസ്സഹായമായിട്ട് നിൽക്കാനൊക്കെ എനിക്കും ചേട്ടനും ചേച്ചിക്കൊക്കെ സാധിച്ചിട്ടുള്ളൂ. ഞങ്ങളൊക്കെ വലിയ ജീവിതത്തിൻ്റെ മേഖലകളിലായിരിക്കണമെന്ന് ആഗ്രഹിക്കുകയും അതുപോലെ തന്നെ ഒത്തിരിയധികം ആശിച്ച 2 വ്യക്തികളാണ് അമ്മയപ്പനും. സത്യം പറഞ്ഞാൽ അവരുടെ അധ്വാനത്തിൻ്റെയും പ്രാർത്ഥനയുടെയൊക്കെ ഫലമാണ്, അവരുടെ കഷ്ടപ്പാടിൻ്റെയൊക്കെ ഫലമാണ് ദൈവം എനിക്ക് നൽകിയ ഈ പൗരോഹിത്യം. എനിക്ക് നല്ല കുറവുകളും ബലഹീനതകളും എല്ലാവർക്കും ഉണ്ട്, അതെനിക്കറിയാം. പക്ഷേ ആ കുറവുകളിലൂടെയും ബലഹീനതകളിലൊക്കെയാണ് എൻ്റെ ശക്തി പൂർണ്ണമായി പ്രകടമാകുന്നതെന്ന് പറഞ്ഞ പൗലോസിനെ പോലെ എനിക്ക് നല്ലൊരു അപ്പനെയും അമ്മയും നൽകിയ എൻ്റെ പൊന്നു തമ്പുരാനെ ഏറ്റവും സ്നേഹത്തോടുകൂടെ, വാക്കുകളില്ല എന്ന് എനിക്കറിയാൻ പറ്റേ, എല്ലാവരും നല്ലൊരു കൈയ്യടി കൊടുക്കുന്ന കുഴപ്പമൊന്നുമില്ല, ഏറ്റവും സ്നേഹത്തോടുകൂടെ നന്ദി ഓർക്കുന്നു. കാരണം ഇന്നത്തെ ഈ ശുശ്രൂഷകൾക്ക് ചാച്ചൻ പട്ടമാണെന്ന് പറഞ്ഞപ്പോൾ തുടങ്ങിയ ഓട്ടമാണ്. വീട് പണി നടക്കുന്നു, ഇവിടുത്തെ കാര്യങ്ങൾ ചെയ്യുന്നു. പലപ്പോഴും ചാച്ചനോടൊക്കെ ദേഷ്യപ്പെടുമ്പോൾ സത്യമായിട്ട് എനിക്ക് വ്യക്തിപരമായിട്ട് ഒരു വേദനയാണ്. കാരണം ചാച്ചനോട് ദേഷ്യപ്പെടുന്നു, വീണ്ടും ചാച്ചനോടിങ്ങനെ ദേഷ്യപ്പെടുന്നു. പക്ഷേ ചാച്ചൻ വീണ്ടും ഒരു സ്നേഹിതനെ പോലെ എൻ്റെ കൈയൊക്കെ വീണ്ടും തട്ടി, തോളത്തൊക്കെ തട്ടി വീണ്ടും സ്നേഹിതനെ പോലെ കടന്നു വരും. അമ്മയും അതുപോലെ തന്നെ ആർക്ക് എന്ത് കറി വെക്കണം, എപ്പോൾ വെക്കണം, എത്ര കൊടുക്കണം, ഇന്ന് വരുന്നവരാര് നോക്കും, അങ്ങനെ ഓരോ കാര്യങ്ങളെക്കുറിച്ചും എന്നേക്കാൾ കൂടുതലായിട്ട് ആഗ്രഹിച്ചതും അതുപോലെ തന്നെ ജീവിതം സമർപ്പിച്ച വ്യക്തികളാണ് എൻ്റെ അപ്പനും അമ്മയും. അപ്പോൾ ഞാൻ കളിക്കാരൻ മാത്രമായിട്ട് ഒതുങ്ങിപ്പോയിട്ടില്ല. കാരണം കളി ഞാൻ എൻ്റെ ജീവിതത്തിൽ അത് തീർച്ചയായിട്ടും എൻ്റെ ഭാഗമാണെന്ന് ഞാൻ മനസ്സിലാക്കിയതാണ് എൻ്റെ തേർഡ് ഇയർ. കാരണം കളി കൊണ്ട് എനിക്ക് എവിടെ എത്താനായിട്ട് സാധിക്കില്ല. ഞാൻ എത്യോപ്യ ഓപ്റ്റ് ചെയ്താൽ എന്നെ ആരും എത്യോപ്യയിലോട്ട് പറഞ്ഞു വിടുന്നതല്ല. ഞാൻ പറയാം, ക്രിസ്തു അവസാനം തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്താണ്, നിങ്ങൾ ലോകമെങ്ങും പോയി സകല സൃഷ്ടികളോടും സുവിശേഷം പ്രഘോഷിക്കുവിൻ. ഇന്ന് ഞാൻ വചനം വായിച്ചപ്പോഴും അത് തന്നെയാണ്, കർത്താവിൻ്റെ ആത്മാവിൽ എൻ്റെ മേലുണ്ട്, ദരിദ്രരെ സുവിശേഷം അറിയിക്കാൻ അവിടെ നിന്ന് അഭിഷേകം ചെയ്തിരിക്കുന്നു. ഈ ഒരു ബോധ്യമാണ് സത്യം പറഞ്ഞ എത്യോപ്യ മിഷൻ പോലും ഞാൻ ഏറ്റെടുക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം. അടുത്തതായിട്ട് നന്ദി പറയാനുള്ളത് എൻ്റെ ചേച്ചിയോടും ചേട്ടനോടുമാണ്. എൻ്റെ കൂടപ്പുറപ്പുകളാണ് ചേച്ചിയും ചേട്ടനും. ജീവിതത്തിൻ്റെതായിട്ടുള്ള എല്ലാ കഷ്ടപ്പാടുകളും ഒരുമിച്ച് അനുഭവിച്ച വ്യക്തികളാണ് ചേച്ചിയും ചേട്ടനും ഞാനുമൊക്കെ. പലപ്പോഴും നല്ലൊരു വസ്ത്രത്തിന് വേണ്ടി ഞങ്ങളൊക്കെ കരഞ്ഞിട്ടുണ്ട്. ഞാൻ ചുമ്മാ അത് വികാരത്തിന് പുറത്ത് പറയുന്നതല്ല, മറ്റുള്ളവർ വസ്ത്രങ്ങളിടുമ്പോൾ ഞങ്ങൾക്കില്ലല്ലോ എന്നോർത്ത് ഞങ്ങൾ കരഞ്ഞിട്ടുണ്ട്. പലപ്പോഴും നിങ്ങളിപ്പോൾ എല്ലാവരും കാണുന്ന വലിയ കാറുകളുള്ള വീട്ടിലുള്ള ആളുകളൊക്കെ ആയിരിക്കും. പക്ഷെ ഞങ്ങൾക്കൊരു കാലഘട്ടം ഉണ്ടായിരുന്നു, ഒന്നുമില്ലാത്ത ഒരു കാലഘട്ടം. അന്നും ഞങ്ങളുടെ ജീവിതത്തോട് തോറ്റു കൊടുക്കാനായിട്ട് തയ്യാറല്ലായിരുന്നു. ഞാനും എൻ്റെ ചേട്ടനും ഒരുമിച്ച് മണൽ വരാൻ പോയിട്ടു, ഒരുമിച്ച് ഞങ്ങളെയും പറഞ്ഞില്ലേ, ഞങ്ങൾ റബ്ബർ വെട്ടാൻ പോയിട്ടുണ്ട്, എൻ്റെ ചേച്ചി ട്യൂഷൻ എടുത്തിട്ടുണ്ട്. അങ്ങനെ ജീവിതത്തോട് ഒരിക്കലും ഞങ്ങൾ തോറ്റു കൊടുക്കാനായിട്ട് തയ്യാറല്ലായിരുന്നു. കാരണം ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ആകണം, മറ്റുള്ളവരെ പോലെ നമ്മൾ പരിശ്രമിച്ചാൽ എന്തെങ്കിലുമൊക്കെ ആകണമെന്ന് എനിക്ക് വലിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. എൻ്റെ ചേട്ടനും ചേച്ചിയും ഇവിടെ ഉണ്ട്. ഒത്തിരിയധികം സ്നേഹത്തോടു കൂടെയും നന്ദിയോടു കൂടെയാണ് ഞാൻ ഓർക്കുന്നത്. പലപ്പോഴും ചേട്ടൻ എന്നോട് ഇങ്ങനെ പറയാറുണ്ട്, ഇടയ്ക്കൊക്കെ വേണമെങ്കിൽ ബുദ്ധിമുട്ടാണെങ്കിൽ നീ തിരിച്ചൊക്കെ പോരും, കുഴപ്പമൊന്നുമില്ല.
പക്ഷെ ഞാനിപ്പോഴും മനസ്സിലാക്കുന്നത്, ഞാൻ പുരോഹിതനായി എന്ന് പുരോഹിതനാകാൻ പോയോ അന്നാണ് എൻ്റെ കുടുംബത്തിൽ നമ്മൾ പ്രതീക്ഷിക്കാത്തത്തോളം വളർച്ചകൾ സംഭവിച്ചത്. കാരണം എനിക്ക് നല്ലൊരു വീടുണ്ടോ എന്ന് പറയാൻ എനിക്കില്ലായിരുന്നു. കാരണം എൻ്റെ ബാച്ചുകാരൻ ഒരുപാട് എൻ്റെ വീട്ടിൽ വന്നപ്പോൾ അമ്മയും ചാച്ചനും നിലത്ത് കിടക്കുന്നത് ഞാൻ കണ്ടേ. അതപ്പോൾ സത്യം പറഞ്ഞാൽ ഞാനിങ്ങനെ ചിരിച്ചു മാറിയെങ്കിലും എനിക്ക് സ്ലൈഡിൽ നിന്ന് കരയാൻ മാത്രമേ പറ്റുള്ളൂ. കാരണം എനിക്കൊരു വീടില്ലല്ലോ ദൈവമേ. അപ്പോഴും ചേട്ടനും ചേച്ചിയും വീണ്ടും പരിശ്രമിച്ചുകൊണ്ടിരിക്കുക. എന്ത് ഇനിയും ജീവിതത്തിൽ നല്ലത് നമുക്ക് ദൈവം എന്തൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ല, എൻ്റെ കുടുംബത്തിൻ്റെ വളർച്ച ഞാൻ വ്യക്തമായിട്ടും സ്പഷ്ടമായിട്ടും കാണുന്നത് എൻ്റെ വൈദിക ദൈവവിളിയിൽ ഞാൻ പോയതുകൊണ്ട് മാത്രമാണ്. അല്ലെങ്കിൽ തീർച്ചയായിട്ടും വീണ്ടും ഞങ്ങൾ പഴയ മോനിയും അതുപോലെ തന്നെ പഴയ ഉഷയും പഴയ ജിനീഷയും പഴയ ജിതിനും പഴയ ജിബിനും കളിക്കാരനായ ജിബിനുമായിട്ട് മാത്രം ഒതുക്കുന്നതിനെ. എൻ്റെ പൗരോഹിത്യ ജീവിതത്തിൽ ഇത്രയധികം അനുഗ്രഹങ്ങൾ ഞാൻ പറയില്ല. എനിക്ക് ദൈവത്തിന് വേണ്ടി നമ്മൾ എന്തെങ്കിലും മാറ്റി വെക്കുമ്പോൾ തീർച്ചയായിട്ടും അവൻ നമുക്ക് എന്തെങ്കിലുമൊക്കെ തരും. ഞാൻ എൻ്റെ ജീവിതം തന്നെയാണ് മാറ്റി വെച്ചത് അല്ലേ. ഞാൻ എൻ്റെ ജീവിതം തന്നെ മാറ്റി വെച്ചപ്പോൾ ദൈവം അത്രയധികം അനുഗ്രഹങ്ങളാണ് എനിക്ക് നൽകിയത്. വാക്കുകളിലൂടെ പലപ്പോഴും നമുക്ക് പ്രകടിപ്പിക്കാനായിട്ട് സാധിക്കുന്നില്ല. എൻ്റെ ചേട്ടൻ ഞാൻ പ്രത്യേകമായിട്ട് ഓർക്കാൻ പോവാണ്. കാരണം ചേട്ടൻ പോവാത്ത സ്ഥലങ്ങളില്ല, ജോലി അന്വേഷിക്കാത്ത സ്ഥലങ്ങളില്ല. ചേട്ടന് എനിക്ക് തോന്നുന്നു ഇപ്പോൾ ആന്ധ്രാപ്രദേശിൽ എവിടെയോ ഏതോ കാട്ടിൽ പോയിട്ട് ക്ലാസ് എടുത്തതുപോലെ ഞാൻ ഓർക്കുന്നുണ്ട്. തീർത്തും ഭക്ഷണമില്ലാതെ അവനിടാനുള്ള ഡ്രസ്സുകൾ പോലും ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ലായിരുന്നു. പിന്നെ തന്നെ അവൻ്റെ വലിയ ആഗ്രഹമായിരുന്നു പുറത്തു പോകണം. അവൻ മാൾട്ടയിലേക്ക് പോയപ്പോഴും അവൻ്റെ കയ്യിൽ പ്രത്യേകിച്ച് ഒന്നുമില്ലായിരുന്നു. അവന് ഇടയ്ക്കൊക്കെ എന്നെ വിളിക്കുമ്പോഴും സത്യം പറഞ്ഞാൽ എനിക്കും നമുക്കിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പുറത്തു പോകാനൊക്കെ ഭക്ഷണത്തിനൊക്കെ ആവശ്യത്തിന് പൈസയൊക്കെ ചിലപ്പോൾ വേണമെങ്കിൽ ഞാൻ പലപ്പോഴും ചോദിക്കാനായിട്ട് മടിച്ചിട്ടുണ്ട്. കാരണം ചേട്ടൻ ഒത്തിരി കഷ്ടപ്പെട്ടാണ് വളർന്നത്. നിങ്ങൾ വിചാരിക്കും അവൻ മാൾട്ടയിൽ പോയി അവൻ വലിയ പൈസക്കാരനായി. പക്ഷെ എങ്ങനെ പൈസക്കാരനായി എന്ന് നിങ്ങൾക്ക് ആർക്കും അറിയില്ല. അവൻ കഷ്ടപ്പെടുകയാണ്. അവൻ പകലന്ത്യോളം ഞാൻ അഭിമാനത്തോടു കൂടെയും അതുപോലെ തന്നെ ഇത്തിരി അഹങ്കാരത്തോടു കൂടെയാണ് പറയുന്നത്. അവൻ പകലന്ത്യോളം കഷ്ടപ്പെട്ട് അവൻ്റെ കഷ്ടപ്പാടിൻ്റെ ഫലമാണ് ഇന്ന് ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന വീടും. ഞങ്ങൾക്ക് സ്വപ്ന സാഫല്യമായിട്ട് ഞങ്ങൾക്കൊരു വീടും പണിത് തീർത്തപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ എല്ലാം പ്രധാനമായിട്ടുള്ള പങ്ക് അവൻ്റെയും ചേച്ചിയുടെ എല്ലാം വലിയ പരിശ്രമത്തിൻ്റെയും അധ്വാനത്തിൻ്റെയൊക്കെയാണ്. എൻ്റെ ചേട്ടൻ എപ്പോഴും വിളിക്കുന്ന ചെങ്ങായി എന്നാണ്. അതായത് ഞങ്ങൾ ഏറ്റവും നല്ല കൂട്ടുകാരുമാണ്. ചേട്ടാ എന്ന് വിളിക്കുന്നതിനെക്കാട്ടിലും നല്ലത് എനിക്ക് കേൾക്കാൻ ഇഷ്ടം ചെങ്ങായി എന്നുള്ളത് തന്നെയാണ്. കാരണം എൻ്റെ ചേട്ടൻ എന്നെ ഒരു സഹോദരനായിട്ട് അതുപോലെ തന്നെ കൂട്ടുകാരനായിട്ട് കാണുന്നതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. ഈ നിമിഷം ചേച്ചിയെയും ചേട്ടനെയും എല്ലാവരെയും പ്രത്യേകമായിട്ട് ഞാൻ പറഞ്ഞില്ല, എൻ്റെ പൗരോഹിത്യ ജീവിതത്തിന് ശേഷമാണ് എൻ്റെ ചേച്ചിയുടെ വിവാഹം നടക്കുന്നത് പോലും. എനിക്ക് നല്ലൊരു അളിയനെ തന്ന് ദൈവം അനുഗ്രഹിച്ചു. എൻ്റെ അളിയൻ്റെ ഒരു പ്രിൻസ് എന്നാണ്. അതുപോലെ തന്നെ ഞങ്ങൾക്കൊരു കുഞ്ഞിനെ, സുന്ദരിയായിട്ടുള്ളൊരു കുഞ്ഞിനെ തന്ന് ദൈവം അനുഗ്രഹിച്ചു. ദൈവത്തിൻ്റെ തന്നെ തിരഞ്ഞെടുക്കപ്പെട്ട നിങ്ങൾ ആദ്യം എൻ്റെ രാജ്യവും നീതി അന്വേഷിക്കുകയും ബാക്കിയെല്ലാം നിങ്ങൾക്ക് നൽകപ്പെടും. നിങ്ങൾ ദൈവത്തിന് വേണ്ടി നിങ്ങളെ മാറ്റി വെക്കുകയും ബാക്കിയെല്ലാം നിങ്ങൾക്ക് ലഭിക്കും. ഞാൻ എൻ്റെ ജീവിതം മാറ്റി വെച്ചപ്പോൾ ഞാൻ എൻ്റെ ജീവിതം കൊണ്ട് ജീവിതത്തിൻ്റെ അവസാനം വരെ ഞാൻ പണിയെടുത്താൽ പോലും കിട്ടാത്ത അത്രയധികം ഉയർച്ചയും വളർച്ചയുമാണ് ഞങ്ങളിപ്പോൾ അനുഭവിക്കുന്നത്. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക്, തൻ്റെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് എല്ലാം നന്മയ്ക്കായിട്ട് പരിണമിപ്പിക്കുമെന്ന് നമുക്കറിയാമല്ലോ. ദൈവത്തിൻ്റെ അതിരില്ലാത്ത സ്നേഹത്തിനും കരുതലിനും ആഴമായ അനുഭവിച്ച വർഷങ്ങളായിരുന്നു എൻ്റെ പരിശീലന കാലഘട്ടം. അതിൻ്റെ മകുടമായ ഉദാഹരണമാണ് ബഥനി സമൂഹത്തിലേക്കുള്ള എൻ്റെ പ്രവേശനം. കാരണം ഞാൻ പ്രവേശിച്ചതിന് ശേഷമാണ് പുളിക്കലോടിയിൽ ഒരു ആശ്രമം ഉണ്ടെന്ന് പോലും ഞാൻ അറിഞ്ഞത്. എന്നെ വളർത്തിയ ഭവനം കുറവുകളോട് ചേർത്ത് നിർത്തി നിറവുകളാക്കി നൽകിയ എൻ്റെ ഭവനം. ബഥനിയിലെ എല്ലാ വൈദികരെയും പരിശീലനത്തിലിരിക്കുന്നവരെയും ഒരിക്കൽ കൂടെ ഏറ്റവും സ്നേഹത്തോടുകൂടെ ഓർത്തുകൊള്ളട്ടെ. ചില വ്യക്തികൾ, സാഹചര്യങ്ങൾ നമ്മെ ദൈവത്തിൻ്റെ അനന്തമായ സ്നേഹത്തിലേക്ക് അടുപ്പിക്കും. ടീച്ചർ പറഞ്ഞു കളിക്കാരനായി എന്നുള്ളത്. പക്ഷേ കളിക്കാരനായത് മാത്രമല്ല, കളി മാത്രമല്ലായിരുന്നു പലപ്പോഴും ജീവിതത്തിൻ്റെ പ്രാരാബ്ദങ്ങൾക്കും പ്രയാസങ്ങൾക്കും ഇടയിലൊക്കെ പലപ്പോഴും പഠിക്കാനും സമയം കണ്ടെത്തിയിട്ടില്ല. അത് കളിക്കാൻ പോയിട്ടല്ല. അപ്പോൾ സാഹചര്യങ്ങൾ ഞാൻ ഒരിക്കലും കുറ്റപ്പെടുത്തുകയില്ല. കാരണം ദൈവം തൻ്റെ വലിയ മഹത്വത്തെ പ്രഘോഷിക്കുവാനായിട്ട്
കാണിച്ചു കൊടുത്ത വലിയൊരു അടയാളമായിരിക്കും എൻ്റെ യൗവനവും പഠനകാലവും അതുപോലെ തന്നെ ഞാനിപ്പോൾ ഈ പുരോഹിതനായി നിൽക്കുന്നതും. ആദ്യം 2 വർഷങ്ങളൊന്നും വലുതായിട്ട് പഠിക്കാനില്ല എന്ന് നമുക്കറിയാം. പക്ഷേ അതിനുശേഷം ഞാൻ ചെന്നുപെടുന്നത് പൂന പഠനഗൃഹത്തിലാണ്. അവിടുത്തെ ക്ലാസ്സുകളെല്ലാം ഇംഗ്ലീഷിലായിരുന്നു. അതുപോലെ തന്നെ സംസാരിക്കേണ്ടത് അന്യഭാഷക്കാരോട്. അപ്പോൾ യാതൊരു എത്തും പിടിയും കിട്ടാതെ ഞാൻ അവിടെ ചെന്ന കുറച്ച്, അതായത് നിസ്സഹായനായിട്ട് നിന്ന പല അവസ്ഥകളുണ്ട്. പക്ഷെ പഠിക്കാനുള്ള വലിയ ആഗ്രഹം, കാരണം ഞാൻ ചെന്ന് വിടുന്ന അത് നിങ്ങൾക്കെല്ലാവരും ഞാൻ ചേർന്നു എന്ന് അറിയത്തുള്ളൂ. പക്ഷേ എങ്ങനെ ചേർന്നു, അത് കഴിഞ്ഞിട്ടുള്ള അവസ്ഥകളൊന്നും അറിയത്തില്ല. ഞാൻ +2 അത്യാവശ്യം മാർക്ക് കുറഞ്ഞെന്ന് പറയുമ്പോൾ മനസ്സിലായല്ലോ, കുറഞ്ഞാണ് ആശ്രമത്തിൽ കയറുമ്പോൾ പഠനം എനിക്കൊരു വലിയൊരു ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ അന്ന് മുതൽ ഞാൻ ജീവിതത്തിൽ തീരുമാനിച്ചാണ് ഒരിക്കലും ഞാൻ ഇനി തോൽക്കുവാനായിട്ട് തയ്യാറാകുന്നില്ല. അപ്പോൾ ആ അമിതമായിട്ടുള്ള ആഗ്രഹം എൻ്റെ ഹൃദയത്തിൽ, ജീവിതത്തിലേക്ക് അലയടിക്കുന്നുണ്ടായിരുന്നു. പലപ്പോഴും പൂനെയിലെ പ്രൊഫസേഴ്സൊക്കെ പറയുന്ന കാര്യങ്ങളും ഗ്രഹിക്കുവാനായിട്ട് സാധിച്ചിട്ടില്ല. എന്നാൽ ഈ നിമിഷങ്ങളിലൊക്കെ എനിക്ക് അനുഗ്രഹമായിട്ട് മാറിയത് ഞങ്ങളെയൊക്കെ ഗ്രൂപ്പ് സ്റ്റഡികളാണ്. ബാച്ചുകാരും അതുപോലെ തന്നെ ജ്യേഷ്ഠ സഹോദരന്മാരും കടന്നു വന്ന് ഞങ്ങളെ പഠിപ്പിക്കുന്ന വലിയ നിമിഷങ്ങളെ ഓർക്കുന്നു. ഒത്തിരി വൈദികർ, സഹോദര വൈദികർ എല്ലാവരെയും ഞാൻ സ്നേഹത്തോടുകൂടി ഓർക്കുകയാണ്. കാരണം ഞാൻ എൻ്റെ പഠന മേഖലയിൽ പൂനെയിൽ നല്ല മികച്ച വിജയം കരസ്ഥമാക്കി തന്നെയാണ്, ഞാൻ അഭിമാനത്തോടു കൂടെയാണ് പറയുന്നത്, കരസ്ഥമാക്കിയിട്ട് തന്നെയാണ് ഞാൻ അവിടുന്ന് തിരിച്ചു വരുന്നത്. എന്നാൽ ഒരു വ്യക്തിയെ പ്രത്യേകമായിട്ട് ഞാൻ ഓർക്കുവാനായിട്ട് പരിശ്രമിക്കുകയാണ്. ബഹുമാനപ്പെട്ട മെൽവിൻ അച്ഛൻ തൻ്റെ തിരക്കുകൾക്കിടയിലും പഠനത്തിനിടയിലും നിസ്വാർത്ഥമായി ഒന്നും തിരിച്ചു പ്രതീക്ഷിക്കാതെ എൻ്റെ പഠന മേഖലയെയും വളർത്തിയ എൻ്റെ ജ്യേഷ്ഠ സഹോദരൻ. പലപ്പോഴും ഞാൻ എഴുതി നൽകുന്ന കാര്യങ്ങളൊക്കെ ഒത്തിരി തെറ്റുകളൊക്കെ വരാറുണ്ട്. പക്ഷെ അത് ക്ഷമയോടുകൂടെ അത് പറഞ്ഞു തന്ന് ഇത് ഇന്നതാണ്, ഇങ്ങനെയൊക്കെയാണ്, നീ മിടുക്കനാണ്. എന്നോട് ഫസ്റ്റ് ഗ്രൂപ്പ് സ്റ്റഡിക്ക് വന്നപ്പോൾ ഇപ്പം എന്നോട് കുറച്ച് വർഷം മുന്നേ എന്നോട് ഷെയർ ചെയ്ത അച്ഛന്, നീ എവിടെ പോയി നിൽക്കും, കാരണം വാക്കുകൾ പോലും കൂട്ടി യോജിപ്പിക്കാനായിട്ട് സാധിക്കുന്ന ഒരു ബുദ്ധി എനിക്കില്ലായിരുന്നു. പക്ഷേ ആ നിമിഷങ്ങളിലും ഒരു ജ്യേഷ്ഠ സഹോദരൻ്റെ സ്നേഹത്തോടു കൂടി എന്നെ ചേർത്ത് പിടിക്കുകയും ഒന്നും പ്രതീക്ഷിക്കാതെ ജീവിത അവസാനം വരെ കൂടെ ഉണ്ടാകും, അതുപോലെ തന്നെ പ്രചോദനം നൽകും എന്ന് എനിക്ക് പറഞ്ഞു തന്നതും അച്ഛനായിരുന്നു. അതുപോലെ തന്നെ പഠന മേഖലകൾ മാത്രമല്ല, എൻ്റെ ആത്മീയ ജീവിതത്തിൻ്റെയും പല വഴിത്തിരിവുകൾക്കും കാരണഭൂതനായിരുന്നു അച്ഛൻ. ഈ ഒരു പരിചയപ്പെടലും സ്നേഹബന്ധവും ദൈവികമായിട്ട് കാണുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നമ്മളൊക്കെ ആഗ്രഹിച്ചു നോക്കിയേ, ക്രിസ്തു കുരിശ് വഹിച്ചപ്പോൾ തളർന്നു പോയപ്പോൾ അവനെ സഹായിക്കുവാനായിട്ട് ആരുണ്ടായിരുന്നു? ശിമയോനുണ്ടായിരുന്നു. എൻ്റെ കുരിശുകൾ പലപ്പോഴും ജീവിതത്തിൻ്റെ കുരിശുകൾ, അതുപോലെ തന്നെ പഠനത്തിൻ്റെ കുരിശുകൾ, ആത്മീയമായിട്ടുള്ള ഞെരുക്കങ്ങൾ അനുഭവിക്കുമ്പോഴുള്ള കുരിശുകൾ, ആ സമയത്തൊക്കെ എനിക്ക് സഹായസ്ഥമായിട്ട് കടന്നു വന്നത് ബഹുമാനപ്പെട്ട മെൽവിൻ അച്ഛനായിരുന്നു. ഞാൻ ഒരു വചനം കൂടെ ഓർക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. സ്നേഹത്തിന് വേണ്ടി സ്വജീവൻ ബലിയർപ്പിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല. ആഴമായ ദൈവാനുഭവം പ്രാർത്ഥിക്കുന്ന പുരോഹിതനാകണം, മറ്റുള്ളവരെ മനസ്സിലാക്കുന്ന പുരോഹിതനാകണം, വചനം പ്രഘോഷിക്കുന്ന പുരോഹിതനാകണം. അങ്ങനെ പലതും നീ ആയി മാറണമെന്ന് അത്യന്തം ആഗ്രഹിക്കുകയും അതിനായിട്ട് എന്നെ പ്രചോദിപ്പിക്കുകയും ചെയ്ത വ്യക്തിയായിരുന്നു ബഹുമാനപ്പെട്ട അച്ഛൻ. എൻ്റെ പ്രാർത്ഥനാ ജീവിതം എൻ്റെ തേടിയാലാണ് ഒത്തിരിയധികം ശക്തിപ്പെട്ടത്. കാരണം അതുപോലെ എനിക്ക് തോന്നുന്നു ദൈവം ചില സമയങ്ങളിൽ അതിനുവേണ്ടി എടുക്കുമെന്ന് തോന്നുന്നു. കാരണം ഏറ്റവും കൂടുതൽ ശക്തമായിട്ട് ഞാൻ പ്രാർത്ഥിക്കുകയും വചനം വായിക്കുകയും അതുപോലെ തന്നെ കൊന്ത ചൊല്ലുകയൊക്കെ ചെയ്തതിൻ്റെ തേടിയറിലാണ്. ഈ ഒരു പ്രചോദനം എനിക്ക് നൽകിയതും അച്ഛനാണ്. അതുപോലെ തന്നെ എൻ്റെ ജീവിതത്തിൽ ആരെങ്കിലും എന്നിലൂടെ ദൈവാനുഭവം മറ്റുള്ളവർ ആരെങ്കിലും അത് പകർന്നിട്ടുണ്ടെങ്കിൽ തീർത്തും അത് അച്ഛൻ്റെ ശ്രേഷ്ഠമായിട്ടുള്ള പൗരോഹിത്യത്തിൻ്റെ ദാനമാണ്. ദൈവത്തിൻ്റെ പ്രതിപുരുഷനായ അങ്ങ് കാണിച്ച കാരുണ്യവും സ്നേഹവും ഒന്നുകൊണ്ട് മാത്രമാണ്. വാക്കുകൾ തീർച്ചയായും പരിമിതികൾ കാണുമെന്ന് എനിക്കറിയാം. എന്നാൽ അങ്ങയോടുള്ള സ്നേഹവും കടപ്പാടും ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്നാണ്. എൻ്റെ ബലഹീനതയിലാണ് നിൻ്റെ ശക്തി പൂർണ്ണമായി പ്രകടമാകുന്നത് എന്ന് പറഞ്ഞ പൗലോസ് അപ്പോസ്തലനെ പോലെ കുറവുകളിൽ അടിപതറാതെ ശക്തി സംഭരിച്ച് അനേകർക്ക് അഭിഷേകമായി അങ്ങയുടെ പൗരോഹിത്യ ജീവിതം മാറട്ടെ എന്ന് ആശംസിക്കുന്നു. അതുപോലെ തന്നെ ഞങ്ങളുടെ പപ്പയെയും ദൈവസന്നിധിയിലായിരിക്കുന്ന മമ്മിയെയും, ആൽവിൻ ചേട്ടായി, അനിതാമ, മരിയ, ഓസ്തി എല്ലാവരെയും സ്നേഹത്തോടുകൂടെ ഓർക്കുന്നു.
ഇനി നന്ദി പറയാനുള്ളത് എൻ്റെ കുടുംബാംഗങ്ങൾക്കാണ്. പമ്പൂരത്ത് കുടുംബാംഗങ്ങൾ, മണ്ഡലത്ത് കുടുംബാംഗങ്ങൾ, എൻ്റെ ബന്ധുമിത്രാദികൾ, സുഹൃത്തുക്കൾ, നാട്ടുകാർ എല്ലാവരെയും സ്നേഹബോധത്തോടെയും നന്ദിയോടുകൂടെയും ഓർത്തുകൊള്ളുന്നു. പ്രിയ ബഹുമാനപ്പെട്ട പ്രൊവിൻഷ്യലച്ച, വന്യ വൈദികരെ, വിശുദ്ധ പൗലോസ്ലീഹ തീമോത്തേയോസിന് എഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായം 12 മുതലുള്ള വാക്യങ്ങളിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നു: എന്നെ ശക്തിപ്പെടുത്തുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന് ഞാൻ നന്ദി പറയുന്നു. എന്തെന്നാൽ തൻ്റെ ശുശ്രൂഷയ്ക്കായി എന്നെ നിയമിച്ചുകൊണ്ട് അവൻ എന്നെ വിശ്വസ്തനായി കണക്കാക്കി. പ്രിയ സ്നേഹം നിറഞ്ഞ മാതാപിതാക്കളെ, അധ്യാപകരെ, അനധ്യാപകരെ, കുഞ്ഞുമക്കളെ, എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. അവിടുത്തെ നാമം പരിശുദ്ധമാണ്. ഈ ധന്യനിമിഷത്തിൽ പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിന്നുകൊണ്ട് ദൈവനാമത്തെ ഞാൻ മഹത്വപ്പെടുത്തുന്നു. എല്ലാ കാര്യങ്ങളിലും നന്ദി പ്രകാശിപ്പിക്കുവിൻ. ഇതാണ് യേശു ക്രിസ്തുവിൽ നിങ്ങളെ സംബന്ധിച്ചുള്ള ദൈവഹിതം. ദീർഘമായ വൈദിക സന്യാസ പരിശീലനത്തിന് ശേഷം കർത്താവിൻ്റെ പരിശുദ്ധമായ അൾത്താരയിൽ ബലിയർപ്പിച്ച ഈ അനുഗ്രഹ നിമിഷത്തിൽ പിന്നിട്ട വഴികളിൽ താങ്ങായവരെ, സ്നേഹത്തോടെ ചേർത്ത് നിർത്തിയവരെ നന്ദിയോടുകൂടെ ഓർത്തുകൊള്ളട്ടെ. ബത്തേരി രൂപതയുടെ അധ്യക്ഷൻ അഭിവന്യ ജോസഫ് മാർ തോമസ് മെത്രാപ്പോലീത്ത തിരുമനസ്, അഭിവന്യൻ പിതാവിൻ്റെ സ്നേഹവും കരുതലും എന്നേക്കാൾ കൂടുതലായി അനുഭവിച്ചവരാണ് ചോക്കാട് ഇടവകാംഗങ്ങൾ. ബത്തേരി രൂപതയുടെ വളർച്ചയ്ക്ക് അശ്രാന്തം പരിശ്രമിക്കുന്ന ഇടയൻ, ആത്മീയവും ഭൗതികവുമായ വളർച്ചയിൽ ഇന്ന് ഈ രൂപത ശക്തി പ്രാപിച്ചിട്ടുണ്ടെങ്കിൽ പിതാവിൻ്റെ നിസ്വാർത്ഥമായ നേതൃത്വം ഒന്നുകൊണ്ട് തന്നെയാണ്. പിതാവിൻ്റെ അസാന്നിധ്യത്തിലും ഏറ്റവും സ്നേഹത്തോടുകൂടെ ഇന്ന് ഇവിടെ കടന്നു വരുവാനും വചന സന്ദേശം നൽകുവാനും അനുഗ്രഹമായ സാന്നിധ്യം കൊണ്ട് ഈ ദിനത്തെ ധന്യമാക്കി തീർക്കുവാൻ പിതാവ് കാണിച്ച വലിയ മനസ്സിന് എൻ്റെയും ബഥനി സമൂഹത്തിൻ്റെയും നമ്മുടെ എല്ലാവരുടെയും പേരിലുള്ള സ്നേഹവും നന്ദിയും അറിയിച്ചുകൊള്ളുന്നു. ബഥനി നവജ്യോതി പ്രൊവിൻസിൻ്റെ പ്രൊവിൻഷ്യൽ പെരുബഹുമാനപ്പെട്ട ജോർജ് ഐനീത്ത് OAC അച്ഛൻ, കാലത്തിൻ്റെ മാറ്റങ്ങൾക്കനുസരിച്ച് ചിന്തിക്കുന്ന വ്യക്തിത്വം, തൻ്റെ അധ്വാനവും ജീവിതവും കഴിവുമെല്ലാം താനായിരിക്കുന്ന ബഥനി സമൂഹത്തിന് നിസ്വാർത്ഥതയോടെ സമർപ്പിച്ചിരിക്കുന്ന വന്യപുരോഹിതൻ, വളരെ ലളിതമായി ജീവിച്ചുകൊണ്ട് അനേക ഹൃദയങ്ങളെ ചേർത്ത് പിടിക്കുന്ന സന്യാസ സഹോദരൻ. ബഹുമാനപ്പെട്ട ഐനത്തച്ഛനെക്കുറിച്ച് ഓർക്കുമ്പോൾ ഒരുപാട് നല്ല ഓർമ്മകൾ എൻ്റെ മനസ്സിലൂടെ കടന്നു പോകുന്നു. കാരണം 2 വർഷക്കാലം എൻ്റെ ഗുരുവച്ചനായിരുന്നു ബഹുമാനപ്പെട്ട ഐനത്തച്ഛൻ. ബഹുമാനപ്പെട്ട അച്ഛ, ഇന്നീ ദിവസം ഇവിടെ കടന്നു വരികയും ഈ ഒരു ദിവസത്തെ അനുഗ്രഹപൂർണ്ണമാക്കിയ അങ്ങയുടെ സാന്നിധ്യത്തിനും ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഞാൻ നന്ദി അർപ്പിക്കുന്നു. പെരിയ ബഹുമാനപ്പെട്ട ജനറാളച്ചൻ്റെ പ്രതിനിധിയായി ഇവിടെ സന്നിഹിതനായിരിക്കുന്ന ബഥനിയുടെ ജനറൽ കൗൺസിൽ അംഗം ബഹുമാനപ്പെട്ട മാർട്ടിൻ പ്രേമാനന്ദ് OAC അച്ഛൻ, സത്യം പറഞ്ഞാൽ വ്യക്തിപരമായിട്ട് എനിക്ക് ഒത്തിരി അധികം അടുപ്പമുള്ള ഒരു വ്യക്തിയാണ് നമ്മുടെ പ്രേമാനന്ദ് അച്ഛൻ. കാരണം എൻ്റെ നോവിസ് മാസ്റ്റർ ആയിരുന്നു. അതുകൊണ്ട് തന്നെ എൻ്റെ വളർച്ചയും കുറവുകളെയും എല്ലാം വ്യക്തമായിട്ട് അറിയുന്ന ഒരു വ്യക്തിത്വമാണ് ബഹുമാനപ്പെട്ട പ്രേമാനന്ദ് അച്ഛൻ. അതുപോലെ തന്നെ എൻ്റെ വളർച്ചയിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ഒരു വ്യക്തിയുമാണ് ബഹുമാനപ്പെട്ട അച്ഛൻ. അച്ഛ ബഥനി സമൂഹത്തിൻ്റെ പ്രതിനിധിയായി ഇവിടെ കടന്നു വരികയും സന്യാസ വൈദിക ജീവിതത്തെക്കുറിച്ച് കൃത്യവും വ്യക്തവുമായ കാഴ്ചപ്പാടുകൾ പങ്കുവെച്ച് എന്നെ അനുഗ്രഹിച്ച പ്രേമാനന്ദച്ചനും തൻ്റെ പ്രാർത്ഥന കൊണ്ടും സ്നേഹം കൊണ്ടും എന്നെ അനുഗ്രഹിക്കുന്ന പെരുബഹുമാനപ്പെട്ട ജനറാളച്ചനും പൊതുഭരണ സമിതി അംഗങ്ങൾക്കും നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. എല്ലാവർക്കും വിശക്കുന്നുണ്ടെന്ന് തോന്നുന്നു അല്ലേ? കൈയടിക്കുന്നു, അത്രേ കുഴപ്പമില്ല. പ്രിയ ബഹുമാനപ്പെട്ട ജോസഫ് സിപ്രിയാനച്ചൻ, എൻ്റെ പരിശീലന കാലഘട്ടത്തിൻ്റെ അവസാന നാളുകളിൽ എന്നെ ബലപ്പെടുത്തിയ വ്യക്തിയാണ് ബഥനി പൂന പഠനഗൃഹത്തിൻ്റെ സുപ്പീരിയറും ഡയറക്ടറുമായിരിക്കുന്ന ബഹുമാനപ്പെട്ട സിപ്രിയാനച്ചൻ. നമുക്ക് ഏവർക്കും അറിയാവുന്നതുപോലെ നമ്മുടെ നിലമ്പൂർ മേഖലയിൽ നിന്നുള്ള ആദ്യത്തെ വൈദികൻ കൂടിയാണ്, നമ്മുടെ നാട്ടുകാരൻ കൂടിയാണ് സ്നേഹം നിറഞ്ഞ അച്ഛൻ. സ്നേഹം നിറഞ്ഞ അച്ഛ, അങ്ങയുടെ നിസ്തുലമായ സ്നേഹത്തിനും കരുതലിനും നല്ല വാക്കുകൾ കൊണ്ടും ഈ നിമിഷത്തെ ധന്യമാക്കിയ അങ്ങേക്ക് നന്ദിയും സ്നേഹവും അറിയിച്ചുകൊള്ളുന്നു. സ്നേഹം നിറഞ്ഞ ജോൺ തളിക്കുന്നേലച്ചൻ, ഈ ഇടവകയിൽ നിന്നുള്ള ആദ്യത്തെ വൈദികൻ, ഞങ്ങളുടെയെല്ലാം മാതൃകാ വൈദികൻ. വാക്കുകളിലൂടെയല്ല, തൻ്റെ ശാന്തമായ പ്രവൃത്തികളിലൂടെ
ഞങ്ങൾക്ക് പ്രോത്സാഹനം നൽകുന്ന വന്യപുരോഹിതൻ, സ്നേഹം നിറഞ്ഞ അച്ഛന് എല്ലാവിധമായിട്ടുള്ള അനുഗ്രഹങ്ങളും ആശംസകളും അറിയിക്കട്ടെ. പ്രിയപ്പെട്ട മോളി ടീച്ചർ, വിശ്വാസ ജീവിതത്തിൻ്റെ അടിസ്ഥാന പാഠങ്ങൾ ഞങ്ങൾക്ക് പകർന്നു നൽകുകയും എൻ്റെ ദൈവവിളിയിൽ അത്യന്തം സന്തോഷിക്കുകയും അഭിമാനിക്കുകയും ഇന്നേ ദിവസം പ്രാർത്ഥനാശംസകൾ കൊണ്ട് എന്നെ ബലപ്പെടുത്തുകയും ചെയ്ത പ്രിയപ്പെട്ട മോളി ടീച്ചറിന് ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി അറിയിക്കുന്നു. തൻ്റെ സാന്നിധ്യം കൊണ്ടും നല്ല വാക്കുകൾ കൊണ്ടും എന്നെ അനുഗ്രഹിച്ച നമ്മുടെ വാർഡ് മെമ്പർ ബഹുമാനപ്പെട്ട ബാലേട്ടന് എല്ലാവരുടെയും നാമത്തിൽ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. ഈ അവസരത്തിൽ എന്നെ ഞാനാക്കിയ ബഥനി കുടുംബത്തിലെ എല്ലാ സഹോദരങ്ങളെയും നന്ദിയോടുകൂടെ ഓർക്കുന്നു. വിവിധ കാലങ്ങളിൽ ഞങ്ങളെ നയിച്ച അധികാരികൾ, ഗുരുക്കന്മാർ, സ്നേഹം നിറഞ്ഞ ജ്യേഷ്ഠ സഹോദരരായ വൈദികർ, പൂന പഠനഗൃഹത്തിലും മറ്റുമായിരിക്കുന്ന അനുജന്മാർ, പ്രിയപ്പെട്ട എൻ്റെ ബാച്ചുകാർ, സുഹൃത്തുക്കൾ, അതോടൊപ്പം നിലമ്പൂർ ബഥനി ആശ്രമ അധ്യക്ഷൻ ബഹുമാനപ്പെട്ട മത്തായി ഐറാനത്തറ അച്ഛനും ബഥനിയിലെ എല്ലാവരെയും ഞാൻ നന്ദിയോടുകൂടെ ഓർക്കുന്നു. ഇനി എനിക്ക് നന്ദി പറയാനുള്ളത് എൻ്റെ വൈദിക സന്യാസ ജീവിതത്തിൽ എന്നെ കൈപിടിച്ച് നടത്തിയ എല്ലാവർക്കുമാണ്. വൈദികനാകണമെന്ന ആഗ്രഹത്തോടുകൂടെ യാത്ര തുടങ്ങിയപ്പോൾ എവിടെ പോകണം, എവിടെ ചെന്ന് അവസാനിക്കണം, അല്ലെങ്കിൽ ആദ്യം ഏത് പടികൾ ചവിട്ടണമെന്നുള്ള വ്യക്തമായിട്ടുള്ള ധാരണ എനിക്കില്ലായിരുന്നു. ഈ ഒരു ആഗ്രഹത്തിൻ്റെ ഒരുക്കമെന്നവണ്ണാണ് ഞാൻ അടിമാലിയിൽ പോയിട്ട് 3 ദിവസത്തെ ധ്യാനത്തിനായിട്ട് പോകുന്നത്. ഞാൻ ധ്യാനത്തിന് പോകുന്നതിന് മുന്നേ എൻ്റെ അമ്മയോട് പറഞ്ഞു, ട്രെയിനിൽ കയറിയപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു, അമ്മ എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല പോകാൻ. ആദ്യം ഞാൻ അമ്മയോട് പറഞ്ഞായിരുന്നു താല്പര്യമുണ്ടെന്ന് പറഞ്ഞിട്ട്, പക്ഷേ ട്രെയിനിൽ കയറിയപ്പോൾ ട്രെയിനിൻ്റെ നിലമ്പൂരിലെ കാലാവസ്ഥയുടെ പ്രത്യേകത കൊണ്ടാണെന്ന് അറിയത്തില്ല, എന്നോട് ഞാൻ പറഞ്ഞു എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല. അപ്പോൾ അമ്മ പറഞ്ഞു, കുഴപ്പമില്ല, നീ എന്തായാലും ധ്യാനത്തിന് പോവാ, നമുക്ക് നോക്കാം. എൻ്റെ ദൈവവിളിയെക്കുറിച്ച് ഞാൻ ചിന്തിക്കുമ്പോൾ അത് വലിയ ദൈവഹിതമാണെന്ന് ഞാൻ അറിയുകയാണ്. നമ്മൾ പൗലോസ്ലീഹ പറയുന്നത് പോലെ അവൻ ശക്തമായവയെ ലജ്ജിപ്പിക്കാൻ വേണ്ടി അശക്തമായവയെ തിരഞ്ഞെടുത്തു. അവൻ വിജ്ഞാനികളെ ലജ്ജിപ്പിക്കാൻ വേണ്ടി ഭോഷന്മാരായവരെയും നിസ്സാരങ്ങളായവരെയും തിരഞ്ഞെടുത്തു. ദൈവസന്നിധിയിൽ ആരും വൻപ് പറയാതിരിക്കാൻ വേണ്ടിയാണ് അവൻ ഇങ്ങനെ ചെയ്തത്. എൻ്റെ വൈദിക സന്യാസ ജീവിതത്തിൻ്റെ ആദ്യ പടികളിലേക്ക് ഞാൻ എൻ്റെ കാലുകൾ ഉറപ്പിച്ചതും ഈ അടിമാലിയിലെ ഈ ധ്യാനത്തോടു കൂടിയാണ്. എൻ്റെ പ്രവേശനം തീർത്തും ദൈവഹിതമായിരുന്നു. അതിന് കാരണഭൂതയായത് ഇടുക്കി CMC പ്രൊവിൻസിൻ്റെ അംഗമായ പ്രിയപ്പെട്ട രഞ്ജിത സിസ്റ്റർ അവിടെ കടന്നു വന്നിട്ടുണ്ട്. നമ്മുടെ സിസ്റ്റർ ഒന്ന് എഴുന്നേറ്റ, കുഴപ്പമൊന്നുമില്ല, എല്ലാവരും ഒന്ന് കാണുന്നതുകൊണ്ട് ഒരു കുഴപ്പമൊന്നുമില്ല. സിസ്റ്ററിനെ അവിചാരിതമായിട്ടാണ് ഞാൻ പരിചയപ്പെടുകയും അതുപോലെ തന്നെ ഈ അനുഗ്രഹമായിട്ടുള്ള തൻ്റെ പ്രാർത്ഥന കൊണ്ടും തൻ്റെ ജീവിതം കൊണ്ടും എന്നെ അനുദിനം പ്രാർത്ഥനകളിലൂടെ ബലപ്പെടുത്തുന്ന സിസ്റ്ററിന് ഏറ്റവും സ്നേഹത്തോടു കൂടെ ചോക്കാട് ഇടവകയുടെ പേരിലുള്ള നന്ദിയും എൻ്റെ വ്യക്തിപരമായിട്ടുള്ള പേരിൽ നന്ദിയും അറിയിക്കട്ടെ. വൈദികനാകണമെന്നുള്ള ആഗ്രഹം പങ്കുവച്ചപ്പോൾ ഓരോ സമൂഹത്തിലേക്കുള്ള പ്രവേശന കവാടങ്ങൾ തുറന്നു വെച്ചത് ബഹുമാനപ്പെട്ട സിസ്റ്ററായിരുന്നു. കാരണം എവിടെ ചേരണമെന്ന് എനിക്ക് വ്യക്തമായിട്ടുള്ള ധാരണയില്ലായിരുന്നു, എവിടെ ചേർക്കണമെന്ന് വ്യക്തമായിട്ടുള്ള ധാരണ സിസ്റ്ററിനും ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഓരോ സമൂഹങ്ങളിലേക്കും നിരവധിയായിട്ടുള്ള ഫോൺ കോളുകൾ, അതുപോലെ തന്നെ ഇതിനെ അന്വേഷിച്ചുകൊണ്ട് എവിടെ ഇവനെ ചേർക്കും, ഇവനെ എവിടെ സഹിക്കാൻ പറ്റും എന്ന് സിസ്റ്റർ ഇങ്ങനെ പലവിധമായിട്ടുള്ള ഓരോ കാര്യങ്ങൾ നോക്കുകയായിരുന്നു. അവസാനം ചെന്നുപെട്ടത് CST സമൂഹത്തിലാണ്. CST സമൂഹാംഗങ്ങൾ നിങ്ങളെല്ലാം അറിയാം. ആലുവയിലാണ് അതിൻ്റെ ഒരു പ്രൊവിൻസ് ഉള്ളത്. അപ്പോൾ ആലുവയിലെ ആ പ്രൊവിൻഷ്യൽ ബോഡിയോട് ഞാൻ ഈ കാര്യം സൂചിപ്പിച്ചപ്പോൾ അവർ പറഞ്ഞു, നീ ഒരു മലങ്കരക്കാരനായതുകൊണ്ട് മലങ്കര സഭയിലെ ഏതെങ്കിലും സന്യാസ സമൂഹം ആകും നിനക്ക് ഏറ്റവും ഉത്തമം. കാരണം നീ ഒരു ബഥനിക്കാരനല്ലേ, ഒരു മലങ്കരക്കാരനായതുകൊണ്ട് ആരാധനകളും എല്ലാം നിനക്ക് ഫോളോ ചെയ്യാനും അതുപോലെ തന്നെ യുക്തം നീ ഒരു മലങ്കര സഭയിലെ ഏതെങ്കിലും ഒന്നെങ്കിൽ രൂപതയിലോ അല്ലെങ്കിൽ സന്യാസ സമൂഹത്തിലോ ചേരുക എന്നതാണ്. അതിന് പ്രകാരമാണ് അന്നത്തെ ബഥനിയുടെ നവജ്യോതി പ്രൊവിൻസിൻ്റെ പ്രൊവിൻഷ്യൽ മത്തായി കടവിലച്ചൻ ഇന്നത്തെ എനിക്ക് പട്ടം തന്ന പക്കോമിയോസ് പിതാവുമായിട്ട് എൻ്റെ ആഗ്രഹത്തെ ആദ്യമായിട്ട് ഞാൻ പങ്കുവെക്കുന്നത്. എല്ലാവരും പറഞ്ഞു, മത്തായി പിതാവ് പക്കോമിയോസ് പിതാവ് ഞങ്ങളുടെ പ്രൊവിൻഷ്യലായിരുന്നു എന്ന് പറഞ്ഞു. പട്ടം കിട്ടിയപ്പോൾ ഞങ്ങളുടെ എല്ലാവരുടെയും പ്രൊവിൻഷ്യലായിരുന്നു, ഞങ്ങൾ ചേർന്നപ്പോൾ പ്രൊവിൻഷ്യലായിരുന്നു. എന്നാൽ എനിക്ക് പറയാനായിട്ട് സാധിക്കുന്നത്, ഞാൻ ആദ്യമായിട്ട് വൈദികനാകണമെന്ന് ആഗ്രഹം പങ്കുവെച്ചപ്പോൾ കേട്ട ആദ്യത്തെ ബഥനിയുടെ സ്വരം എന്നത് ബഹുമാനപ്പെട്ട മത്തായി കടവിലച്ചനായിരുന്നു. വലിയ ദൈവപരിപാലനയായിട്ടാണ് ഞാനിതിനെ കണക്കാക്കുന്നത്.
കാരണം പിന്നെ എൻ്റെ ഓരോ വളർച്ചയുടെ ഓരോ സമയത്തും എൻ്റെ പ്രൊവിൻഷ്യലായും ഗുരുവച്ചനായും പിന്നീട് സമൂഹത്തിൻ്റെ ജനറലായും അവസാനം ഒരു മെത്രാനായി എന്നെ കൈപിടിച്ച് പൗരോഹിത്യത്തിലേക്ക് ഉയർത്തിയതും ഞങ്ങളുടെ പ്രിയപ്പെട്ട മത്തായി കടവിലച്ചൻ എന്ന് ഞാൻ ഇന്നും ഹൃദയത്തിൽ വിളിക്കുന്ന ഞങ്ങളുടെ അഭിവന്യ പക്കോമിയസ് പിതാവാണ്. അപ്പം ഞാൻ ഒത്തിരി ഭാഗ്യം ചേർന്നതാണ്. കാരണം ബഥനിയുടെ ആദ്യ സ്വരം ശ്രവിച്ച ആ കൈകളിൽ നിന്ന്, ആ ആളിൽ നിന്ന് എനിക്ക് പൗരോഹിത്യ ജീവിതവും ലഭിച്ചിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട അഭിവന്യ പിതാവിനെ ഏറ്റവും സ്നേഹത്തോടുകൂടി എൻ്റെ പേരിലും എൻ്റെ കുടുംബത്തിൻ്റെ പേരിലും നന്ദിയോടുകൂടെയും കൃതജ്ഞതയോടെയും ഓർക്കുന്നു. എൻ്റെ ദീർഘകാല പരിശീലന കാലയളവിൽ ഗുരുക്കന്മാരായ എല്ലാവരെയും, വൊക്കേഷൻ പ്രൊമോട്ടേഴ്സ്, സ്പിരിച്വൽ ഫാദേഴ്സ്, BVP ഡയറക്ടേഴ്സ് ആൻഡ് സ്റ്റാഫ്സ്, അധ്യാപകർ, അനധ്യാപകർ എല്ലാവരെയും സ്നേഹത്തോടുകൂടെയും കൃതജ്ഞതയോടുകൂടെയും ഓർക്കുന്നു. ഇനി എനിക്ക് നന്ദി പറയാനുള്ളത് 2 പേരോടാണ്. കാരണം ഏറ്റവും സ്നേഹിക്കുന്നവരോടാണ് ഞാൻ ഏറ്റവും അവസാനം നന്ദി പറഞ്ഞത്. ഇനിയിപ്പോൾ നിങ്ങൾ വിചാരിക്കും ആരാണ് ഏറ്റവും സ്നേഹിക്കുന്നത്. എനിക്ക് ഇനി അവസാനത്തിന് മുന്നായിട്ട് നന്ദി പറയാനുള്ളത് പരിശുദ്ധ അമ്മയോടാണ്. കാരണം പലപ്പോഴും ഒറ്റപ്പെടലുകളും അതുപോലെ തന്നെ ബുദ്ധിമുട്ടുകളും, നിങ്ങൾ എന്നോട് ഇങ്ങനെ അവധിക്കരുത്, നിനക്ക് സുഖമല്ലടാ, പിന്നെ ഭയങ്കര സുഖമാണെന്നുള്ള മനസ്സിൽ തോന്നുമെങ്കിൽ ഞാൻ പറയും സുഖമെന്ന് പറയും. ഒറ്റപ്പെടലുകളും അതുപോലെ തന്നെ താഴ്ത്തപ്പെടലുകളും വിഷമങ്ങളും കരയാനുള്ള ഒത്തിരിയധികം അവസരങ്ങളുണ്ടായപ്പോഴും എന്നെ ശക്തിപ്പെടുത്തിയത് പരിശുദ്ധ അമ്മയാണ്. ഞാനൊരു ജപമാല ഭക്തനാണ്. കാരണം ഞാൻ അഭിമാനത്തോടുകൂടെ പറയാനായിട്ട് ഞാൻ മറ്റുള്ളവരെ കാണിച്ചുകൊണ്ട് എനിക്ക് ചൊല്ലാനായിട്ട് ആഗ്രഹമില്ല. പക്ഷേ എൻ്റെ ജീവിതത്തിൽ ഞാൻ ചൊല്ലുന്ന ഓരോ ജപമാലകളും എന്നെ പരിശുദ്ധ അമ്മ ഒത്തിരിയധികം ശക്തിപ്പെടുത്തിയിട്ടുണ്ട്. എൻ്റെ പലപ്പോഴും ജീവിതങ്ങളിൽ ഞാൻ തകർന്നു പോകും എന്ന അവസ്ഥകളിലൊക്കെ എന്നെ പകലന്തിയോളം ഒരമ്മയെപ്പോലെ അമ്മയുടെ വാത്സല്യത്തോടുകൂടെ എന്നെ തൻ്റെ മാറോട് ചേർത്ത എൻ്റെ പരിശുദ്ധ അമ്മയോട് ഏറ്റവും സ്നേഹത്തോടുകൂടെ എൻ്റെ ജീവിതം കൊണ്ട് ഞാൻ നന്ദി പറയുന്നു. അവസാനമായിട്ട് എനിക്ക് നന്ദി പറയാനുള്ളത് എൻ്റെ പുണ്യ തമ്പുരാനോടാണ്. സ്നേഹപൂർവം വാത്സല്യപൂർവം എന്നെ വളർത്തുന്ന എൻ്റെ ദൈവത്തോട്, വീണുപോകുന്ന വേളകളിൽ തൻ്റെ കുരിശിനോട് ചേർത്ത് നിർത്തിയവൻ, നിനക്ക് എൻ്റെ കൃപ മതി എന്നരുളി ചെയ്തവൻ, ആഴമായ ദൈവാനുഭവവും ബോധ്യവും നൽകിയവൻ, ദൈവരാജ്യങ്ങളിലേക്ക് അനേക ഹൃദയങ്ങളെ അടുപ്പിക്കാൻ എന്നെ സഹായിച്ചവൻ, എൻ്റെ ദൈവം. എനിക്ക് ദൈവത്തോട് ഒന്ന് മാത്രമേ പറയാനുള്ളൂ. ഞാൻ ഒത്തിരി സ്നേഹത്തോടെ എഴുതിയ വാക്കാണ് എൻ്റെ ഓർഡിനേഷൻ കാർഡിലെ. അവർണ്ണീയമായ ദാനത്തിന് ദൈവമേ അങ്ങേക്ക് സ്തുതി. അവർണ്ണീയമായ ദാനത്തിന് ദൈവമേ അങ്ങേക്ക് സ്തുതി. കാരണം എനിക്കറിയാം ഞാൻ യോഗ്യനല്ല എന്ന് എനിക്ക് തീർച്ചയായിട്ടും അറിയാം. എൻ്റെ ജീവിതങ്ങൾ, എൻ്റെ യൗവനങ്ങളിലൂടെയൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു യോഗ്യതയും, അച്ഛനാകാൻ ഒരു യോഗ്യതയില്ലാത്ത ആളാണ് ഞാൻ, എനിക്കറിയാം. പക്ഷേ ഞാൻ ആ നിമിഷവും ദൈവത്തോട് പറയുന്നു, അവർണ്ണീയമായ ദാനത്തിന് ദൈവമേ അങ്ങേക്ക് സ്തുതി. ഇനി ആരെങ്കിലുമൊക്കെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഈ ഒരു വികാരത്തിൻ്റെ പുറത്ത് വിട്ടുപോയതാണ്. എല്ലാവരെയും ഏറ്റവും സ്നേഹത്തോടുകൂടെയും നന്ദിയോടുകൂടെ ഓർക്കുന്നു. ദൈവം എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ ഒരു കാര്യം കൂടെ എനിക്ക് ചെയ്യണം. എനിക്ക് ഒത്തിരി സമ്മാനങ്ങൾ തന്നില്ലെങ്കിൽ കുഴപ്പമില്ല. നിങ്ങളുടെ പ്രാർത്ഥനകളിൽ എന്നെ പ്രത്യേകമായിട്ട്